ഹായ്, വയനാടാണ്. കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞില്ലേ, കുറുവാദ്വീപിലായിരുന്നു ഞങ്ങൾ. അപ്പോൾ വയനാട് വന്നപ്പോൾ ഞങ്ങൾ നല്ലൊരു റിസോർട്ടിൽ താമസിച്ചു. ആ റിസോർട്ട് എന്താണ് അതിൻ്റെ കാഴ്ചകളാണ് ഞങ്ങൾക്ക് കാണിച്ചിരുന്നത്. ഇത് പിറകിലേക്ക് നോക്കിയാൽ നല്ല ഡാമിൻ്റെ വ്യൂ ആണ്. താമരക്കുളം പോലൊക്കെ തോന്നുന്ന താമര നിറഞ്ഞിരിക്കുന്ന ഒരു ഡാം, കാരാപ്പുഴ ഡാമാണ്. പിന്നെ ഞങ്ങൾ താമസിച്ചിരുന്ന റൂം ഇതാണ്. 2 റൂമിലായിട്ടാണ് ഞങ്ങൾ താമസിക്കുന്ന റൂം ഇതാണ്, ഈ റൂം. ഓക്കെ, അപ്പോൾ രാവിലെ തന്നെ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബാക്കി നോക്കാം. അപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ താഴെയാണ്, നമുക്ക് റെസ്റ്റോറൻറ്റിലേക്ക് പോവാം. പപ്പായ ജ്യൂസ് അത് തുടങ്ങാം. രാവിലെ തന്നെ ഒരു ഫ്രഷ് ജ്യൂസ്, പിന്നെ ബ്രെഡ്, ജാമ്, ചീസ് എല്ലാം ഉണ്ട്. ബാക്കി ഐറ്റംസ് ഉണ്ട്, അത് വരട്ടെ. വെജിറ്റബിൾ കറി, ചെറുപയർ കറി, ആലു പൊറോട്ടയും. ഇതിൻ്റെ ആലു പൊറോട്ട കഴിച്ചു നോക്കാം. ഇതിനകത്ത് പച്ചക്കറിയാണ്, പൊട്ടാറ്റോ എല്ലാം ഉള്ളൊരു മസാല. നോർത്ത് ഇന്ത്യനാണ്, കുഴപ്പമില്ല, രസമുണ്ട്. ഇന്നലെ രാത്രി ഞങ്ങൾ ഇവിടെ റിസോർട്ടിലെത്തി. രാത്രി നല്ല രസമായിരുന്നു, നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വന്ന സമയത്ത് തന്നെ ഇഷ്ടപ്പെട്ടു. പിന്നെ രാത്രി ചിക്കൻ ബാർബിക്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയ വിഷ്വൽസ് ഒക്കെ ഉണ്ട്, അതൊക്കെ കണ്ട് വന്നതിന് ശേഷം നമുക്ക് റൂമൊക്കെ പരിചയപ്പെടാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. അപ്പോഴാണ് ഇവിടെ ഡാമിലേക്ക് നല്ലൊരു വ്യൂ ഉണ്ടെന്ന് പറയാം. നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം. രാവിലെ എഴുന്നേറ്റേ ഉള്ളൂ, മുണ്ടാണ്. ഇനി മുകളിലൊക്കെ പോയി കുളിച്ചതിന് ശേഷം വേണം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യാൻ. അതിന് മുന്നേ ഞങ്ങൾക്ക് മൊത്തം കാണിച്ചു തരാം. ഇത് പറഞ്ഞില്ല, കാരാപ്പുഴ ഡാം. ഇത് ശുദ്ധജലത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡാമാണെന്നാണ് പറഞ്ഞത്. പക്ഷെ നല്ല താമര, ആമ്പല് എല്ലാം നല്ല രസമുണ്ട്. നല്ലൊരു വ്യൂ ഇവിടെ വന്നു കഴിഞ്ഞാൽ.
നീന്തൽ അറിയില്ലെങ്കിലേ പൂള് കണ്ടവൻ ചാടണ്ടേ? ഇത്ര വെള്ളമേ ഉള്ളൂ. പക്ഷെ നല്ല തണുത്ത വെള്ളം കേട്ടോ, വയനാടല്ലേ. ഓക്കെ, എല്ലാവരും അടിപൊളിയാണ്. ഇന്നലെ രാത്രി വന്നപ്പോൾ ഞങ്ങൾ ഇവിടെ പൂളിൽ ഇറങ്ങിയായിരുന്നു. നോർമലി ഇവിടെ 7 മണി വരെയാണ് പൂളിൽ ഇറങ്ങുന്ന ടൈം. പക്ഷേ ഗസ്റ്റും അങ്ങനെ തിരക്കും അങ്ങനെ അലമ്പൊന്നുമില്ലെങ്കിൽ അങ്ങനെ മറ്റേ രാത്രിയും പൂളിൽ ഇറങ്ങാൻ അവർ സമ്മതിക്കുകയും ചെയ്യും. കുഴപ്പമൊന്നുമില്ല, വലിയ പ്രശ്നമൊന്നുമില്ല, കയറുന്നാൽ മതി. അപ്പോൾ ഓക്കെ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം പൂളിലൊക്കെ കുറേ നേരം എൻജോയ് ചെയ്തതിന് ശേഷം ഞങ്ങളിപ്പോൾ ഒന്ന് ഫ്രഷായി ഇറങ്ങിയിരിക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് ഇന്ന് ഒരു ആക്ടിവിറ്റി ഇല്ല. ഇന്ന് ഞങ്ങൾ മൊത്തം ഇവിടെ റിസോർട്ടിലാണ്. ഞങ്ങളിവിടെ എത്താൻ വൈകി പോയിരുന്നല്ലേ, വൈകിട്ട് എത്തിയത്. ആക്സിഡൻ്റലിയാണ് ഞങ്ങൾക്ക് ഈ റിസോർട്ട് കിട്ടിയപ്പോൾ ഞങ്ങളിവിടെ എത്തിയതിന് ശേഷം എനിക്ക് ഈ പ്രോപ്പർട്ടി നന്നായി ഇഷ്ടപ്പെട്ടു. ഞാൻ അയാളോട് ചോദിച്ചു, മാനേജറോട് ചോദിച്ചു, ഞാൻ ഇതിലൊരു വീഡിയോ ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഓക്കെ, എന്താ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വീഡിയോ ചെയ്തതാണ്. കാരണം ഇത്രയും നല്ലൊരു പ്രോപ്പർട്ടി നമുക്ക് അഫോർഡബിൾ ആയ റേറ്റിന് നമുക്ക് കിട്ടുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് വീഡിയോ ചെയ്യാമെന്ന് കരുതി. ഇവിടെ പിള്ളേർ അവിടെ വേറെ ഫാമിലി ഉണ്ട്, പിള്ളേരല്ല, അവരവിടെ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. അവിടെ ഒരു ബാഡ്മിൻ്റൺ, ഷട്ടിൽ കോർട്ട്, ബാസ്കറ്റ് ബോൾ കോർട്ട് ഉണ്ട്. പിന്നെ നമുക്ക് പോവാം. പൂളിൽ ഇപ്പോൾ വേറെ ആളുകളാണ്. പൂള് നമ്മൾ നേരത്തെ കണ്ടു. ഇനി നമുക്ക് റൂംസൊക്കെ നോക്കാം. ഞങ്ങൾ ഉപയോഗിച്ച റൂംസ് ഇപ്പോൾ ഏതായാലും കാണിച്ചു തരാൻ പറ്റാത്ത അവസ്ഥയാണ്. സെയിം റേറ്റിലുള്ള വേറെ റൂംസ് ഞാൻ കാണിച്ചു തരാം. കമോ. ഇത് ആക്ച്വലി ഒരു ചെരിഞ്ഞ പ്രോപ്പർട്ടിയാണ്. താഴെയാണ് നമ്മുടെ റൂം, റിസപ്ഷൻ വരുന്നത് ഫ്രണ്ടിലാണ്. ഇവിടെ പിള്ളേർക്ക് കളിക്കാൻ ചെറിയൊരു പ്ലേ ഏരിയ ഉണ്ട്. പിന്നെ മുകളിൽ റൂംസ് ഉണ്ട് കേട്ടോ. ഇത് ആ കാണുന്നൊക്കെ റൂംസാണ്. ഇത് താഴെ റൂംസ് ഉണ്ട്. നമ്മുടെ ഏറ്റവും താഴെയുള്ള റൂമായിരുന്നു. നമുക്ക് റൂമൊക്കെ ഒന്ന് കാണാം. അപ്പോൾ നമുക്കൊരു റൂം കാണാം. ക്ലീൻ ആയിട്ടുള്ള റൂം തന്നെയാണ്. റൂമിൽ AC ഉണ്ട് കേട്ടോ. നമ്മൾ മൂന്നാറും അങ്ങനത്തെ തണുത്ത ഏരിയയിൽ പോകുമ്പോൾ AC ഉണ്ടാവില്ല. പക്ഷേ വയനാട്ടിൽ ചൂട് കാലത്ത് അത്യാവശ്യം കുറച്ച് ചൂടുണ്ടാവാറുണ്ട്. അപ്പോൾ AC ഉണ്ട്, ഒരു TV ഉണ്ട്. നമുക്ക് ബാൽക്കണി നോക്കാം. നമ്മുടെ നല്ലൊരു ബാൽക്കണി വ്യൂ ഉണ്ട്. ബാൽക്കണിയിൽ വന്നു കഴിഞ്ഞാൽ നല്ല ആ ഡാമിന്റെ വലിയ ഹൈറ്റ് ഒരു വ്യൂ കിട്ടും. ഇവിടെ താഴെ പൂളാണ്. പൂളിൽ ഇപ്പോൾ ഫാമിലീസ് എൻജോയ് ചെയ്യാണ്. മഴയെ കാണിക്കുന്നില്ല. താഴെ പൂളിന്റെ മുകളിൽ നിന്നുള്ള റൂമാണിത്. ഇവിടെ ഒരു കെറ്റിലുണ്ട്, ടീ കോഫി ഉള്ള എല്ലാം ഉണ്ട് ഇവിടെ. നമുക്കെന്നെ പ്രിപ്പയർ ചെയ്യാം. നമുക്ക് ബാത്റൂം നോക്കാം. നീറ്റായിട്ടുള്ള ബാത്റൂം. കണ്ടു 5,500 ഇവിടുത്തെ റൂം സ്റ്റാർട്ടിങ് വരുന്നത്. പിന്നെ നമ്മൾ ഫ്രണ്ട്സ്, ഇപ്പോൾ ഞങ്ങൾ വന്ന പോലെ ഫ്രണ്ട്സൊക്കെ കൂടി ഒരുമിച്ച് വരികയാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ഈ ട്രിപ്പ് കമ്മിയുടെ വീഡിയോ കണ്ടിട്ട് വരികയാണെന്ന് പറഞ്ഞാൽ മതി. ഞാൻ മാനേജറോട് പറഞ്ഞിട്ടുണ്ട്, ഡിസ്കൗണ്ടൊക്കെ തരും. ഓക്കെ, പിന്നെ ഇവിടെ ഒരു സ്പാ ഉണ്ട്. സ്പാ ആണ് ഇവരുടെ ഒരു ഹൈലൈറ്റ്. 1,500 മുതൽ സ്പാ സ്റ്റാർട്ടിങ് ഉണ്ട്. തൊട്ടപ്പുറത്തൊരു ജിം ഉണ്ട്, അത് കാണിച്ചില്ല. ജിം ഈ റെൻറ്റിൻ്റെ കൂടെ ഫ്രീ ആണ്, ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. സ്പാ റൂമാണ്.
ഓക്കെ, ഇവിടെ ജിമ്മുണ്ട്, നമുക്ക് ജിമ്മ് കാണാം. അടുത്ത വേറൊരു ഇവിടെ ഇൻട്രസ്റ്റിംഗ് ഐറ്റം ഉണ്ട്, ഫിഷ് സ്പാ. ഞാനിപ്പോൾ ഏതായാലും ഇരുന്നിട്ടില്ല, ആഷിക്ക് ഇവിടെ ഇരുന്നിട്ടില്ല, നമുക്ക് നോക്കാം എങ്ങനെയുണ്ടാ. എന്താ ഒരു പ്രത്യേക അനുഭവം. നല്ല സുഖം ഉണ്ടാവില്ലേ. പിന്നെ ഇക്ലി ആവുന്നുണ്ട് ആഷിക്ക്. പിന്നെ അല്ലാണ്ടേ ഈ പ്രോപ്പർട്ടിയിൽ തന്നെ കുറച്ച് ഇപ്പുറത്തേക്ക് മാറി ഒരു ഡീലക്സ് റൂമുകളുണ്ട്. അത് ഈ തോട്ടത്തിൻ്റെ ഒക്കെ നടുവിലൂടെ അങ്ങനെ പോയി ഡാമിൻ്റെ സൈഡ് തന്നെയാണ്, ഡാമിൻ്റെ തൊട്ടടുത്ത് വരും. നമുക്ക് അതൊന്ന് കാണാം. ഇതാണ് ഡീലക്സ് റൂം വരുന്നത്. ആദ്യം തന്നെ ബാത്റൂം നോക്കാം. ബാത്ത് ടബാണ്. ബാത്റൂമിൽ നിന്ന് പോലും ഡാമിലേക്ക് വ്യൂ ഉണ്ട്. ഓക്കെ, പിന്നെ ഒരു കിച്ചൺ ഏരിയ ഉണ്ട് എൻ്റർ ചെയ്യുന്ന ഭാഗത്ത്. ചെറിയൊരു ഫ്രിഡ്ജുണ്ട്, ചെറിയൊരു ഡൈനിങ്. ഇനി സെക്ഷൻ റൂം. ഈ റൂമിൽ AC ഉണ്ട്. ഡബിൾ ബെഡ്റൂമാണ്. അടുത്ത് വന്ന് ബാൽക്കണി. ഇവിടുന്ന് ഡാമിൻ്റെ വ്യൂ ആണ്. അപ്പോൾ നമ്മൾ ഈ റിസോർട്ടിന്റെ കാഴ്ചകളും റൂംസും ഒക്കെ കണ്ടു. അപ്പോൾ നമ്മളോട് വന്നപ്പോൾ ഇന്നലെ മുതലേ ഉണ്ടായിരുന്നതാണ്, കോഴിക്കോട്ട് നിന്ന് വലിയൊരു ഫാമിലി വന്നിട്ടുണ്ട്. എക്സ്പീരിയൻസ്? നിങ്ങൾ വയനാട് ഇവിടെ മാത്രമേ വന്നുള്ളൂ, വേറെ എവിടെയും പോയില്ല? അവിടെ പോയില്ല, അത് ലക്കിടി അവിടെ കയറി പിന്നെ ഇവിടെ വന്നു. പിന്നെ ഇവിടെ മാത്രം എൻജോയ് ചെയ്തു അല്ലേ? ഇവരൊരു 10-30 പേരുണ്ട്. അങ്ങനെ വലിയ ടീമൊക്കെ ആയിട്ട് വരുമ്പോൾ ഇവിടെ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു റിസോർട്ട് തന്നെയാണത്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു, ഈ റിസോർട്ടിനെ കുറിച്ചുള്ള വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായി എങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മുടെ പുതിയ വീഡിയോസ് വരും. ഓക്കെ, നിങ്ങൾ ഈ റിസോർട്ടിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. ഈ റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം. ഈ നമ്മുടെ ട്രിപ്പ് കമ്പനിയുടെ വീഡിയോ കണ്ടിട്ട് വരികയാണെന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് തരാമെന്നൊക്കെ മാനേജർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.